ആരാ നിന്നെ ഫോണിൽ വിളിച്ചത്? ഇവൻ ഈ വൈശാഖ്. അതെ, ശരിയാ. പക്ഷെ ഞാനത് ആൾ മാറി വിളിച്ചതാ. അല്ല, അപ്പോഴാണോ ഇത് സംഭവിച്ചത്? എന്ത്? അല്ല, ഈ തിരുമറിയേ എന്റെ മകനെ കുശാഗ്ര ബുദ്ധിക്കാരനായ പോലീസ് ഓഫീസറാ. തിരിമറി അകമറിയൊക്കെ അവൻ കണ്ടെത്തിക്കോളും. മീനാക്ഷി ഭക്ഷണം ഇവിടെ വെച്ച് മാറി നിന്ന അവസരത്തില് എന്തായാലും ഈ ചതി നടന്നിട്ടുള്ളത്. അത് ശരിയായിരിക്കും. അത് ആരായാലും കണ്ടെത്തണം കാർത്തി. മോനെ കാർത്തി, മുത്തശ്ശി നിന്നോട് ആജ്ഞാപിക്കുക, നാളേക്കുള്ളിൽ ഈ ചതിയുടെ പിന്നിൽ ആരാണെന്ന് നീ കണ്ടെത്തിയിരിക്കണം. ഉറപ്പായും കണ്ടുപിടിച്ചിരിക്കും മുത്തശ്ശി. മൈഥിലി വാ. ഇവിടെ വേണ്ടതൊരു ശുദ്ധികലശ. എന്തായാലും ഉടനെ ഒരു ജോൾസിനെ കാണണം കൈമളേട്ട. എന്താ മോളെ, നീ വിഷമിച്ച് നിൽക്കാണോ? മോള് വിഷമിക്കണ്ട കേട്ടോ. അതല്ലമ്മേ, എന്തായാലും ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറഞ്ഞേക്കാം. അവരോടൊക്കെ നമുക്ക് നേരിടാൻ പറ്റുമോ? എന്തായാലും മോള് ചെമ്പകമംഗലത്തെ ജഗന്നാഥ കൈമളുടെയും രാജലക്ഷ്മി അമ്മയുടെയും ചോരയാ. നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എന്നെക്കാൾ നന്നായി അമ്മയ്ക്കോ അച്ഛനോ അറിയാം. അവര് നിന്നെ സംശയിക്കില്ല. കാർത്തിയും ഒരു കാരണവശാലും നിന്നെ തെറ്റിദ്ധരിക്കില്ല. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നെ? ചിലർക്ക് ചിലരെ നോവിക്കണമെന്ന് ഒരു ദൃഢനിശ്ചയുണ്ട്. അവരവരുടെ ജോലികൾ ചെയ്യട്ടെ, എവിടെ വരെ പോകുന്ന കാണാലോ. എന്റെ മോള് സമാധാനായിട്ടിരിക്കെ. എല്ലാരും എവിടെയാ? ഒന്ന് ഇങ്ങോട്ട് വരാമോ? എന്താ എന്താ മോനെ? പറയാം. അയാളെയും കൊണ്ടുവാ. സാർ, ഇയാള് നാടോടിയായ ഒരു ലാട വൈദ്യന. ഇയാള് വിറ്റത് ആ അബോഷനുള്ള പച്ചമരുന്ന്.
ഇയാള് വിറ്റ പച്ചമരുന്നോ? അതേ മുത്തശ്ശി, ഇയാൾ വിറ്റതാണെന്ന് തുറന്ന് സമ്മതിക്കുന്നു. ആ മരുന്ന് ഈ വീട്ടിലുള്ള ആരോ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ട്. അതാരാണെന്ന് ആളെ കണ്ടാൽ ഇയാൾക്ക് മനസ്സിലാവുമല്ലോ. അതിന് ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പറയടാ, ഇവരിൽ ആരാടാ ആ മരുന്ന് വാങ്ങിയത്? ഈ കുട്ടിയാണോ തന്നോട് മരുന്ന് വാങ്ങിയത്? അല്ല, എൻ്റെ നിന്ന് മരുന്ന് വാങ്ങിയത് ഒരു പുരുഷനായിരുന്നു. ആ, അപ്പോ ആ സംശയം തീർന്നല്ലോ. പിന്നാരാ മരുന്ന് വാങ്ങിന്ന് പറയടാ. പറയടാ, ഇവരിൽ ആരാ മരുന്ന് വാങ്ങിയത്? ഇവരാരുമല്ല. ഏതായാലും എന്റെ മീനാക്ഷിയല്ല. മീനാക്ഷിയുടെ പിടലേക്ക് കെട്ടിവെക്കാനായിരുന്നല്ലോ എല്ലാവർക്കും തിടുക്കം. എന്തേതിന്റെ ചേട്ടത്തി സാവിത്രി, അവളോട് പോയി പറഞ്ഞേക്ക് മീനാക്ഷി അല്ലെന്ന്. താൻ പൊയ്ക്കോ. എന്തായാലും എല്ലാരോടും കൂടി ഒരു വാക്ക്. ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ഞാൻ കണ്ടെത്തും. അതിന് സംശയം വേണ്ട. ആളെ പിടിച്ച അവനെ പിന്നെ ഈ ചെമ്പകമംഗലത്ത് ഞാൻ വാഴിക്കില്ല. അടിച്ചു പുറത്താക്കിയിരിക്കും, തീർച്ച. പോസ്റ്റ്മാനോ? എന്താ? ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ആർക്കാ? രാജലക്ഷ്മി അമ്മ. അമ്മേ, ഒന്നിങ്ങി വന്നേ. എന്താ? അമ്മയ്ക്കൊരു രജിസ്റ്റേർഡ് കത്തുണ്ട്. ഓ, ഇനി ഇതെന്ത് മാറണാവോ? അപശകനങ്ങൾ കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോ എന്തും പ്രതീക്ഷിക്കാലോ. എന്തായാലും ഒരു ഗുളികൻ ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്.
വല്ല നാശക്കൊടാലിയാണോ അമ്മേ? വല്ല നെഗറ്റീവ് എനർജിയും? എന്താ രാജലക്ഷ്മി? ഒരു രജിസ്റ്റേർഡ് വന്നതാ, ഇതൊന്ന് പൊട്ടിച്ചു വായിക്കുമോളെ. മലയാളത്തിലാണോ മോളെ അതോ ഇംഗ്ലീഷിലോ? ഇംഗ്ലീഷിലാ അച്ഛാ. എന്താ മോളെ? കൺഗ്രാചുലേഷൻസ് അമ്മേ, ഒരു സന്തോഷ വാർത്തയാ. എന്താ ഗുഡ് ന്യൂസ്? വേഗം പറയമ്മേ. ഓൾ ഇന്ത്യ ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ അമ്മയ്ക്ക് ഫെലോഷിപ്പ് നൽകി ആദരിക്കുന്നു. എങ്ങനെ? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയില് കേരളത്തിന്റെ തനത് സംസ്കാരം ഉയർത്തിപ്പിടിച്ചതിന് ആനുവൽ ഓൾ ഇന്ത്യ ടെക്സ്റ്റൈൽസ് കോൺഫറൻസിൽ വെച്ച് അമ്മയ്ക്ക് ഫെലോഷിപ്പ് നൽകുന്നു. അഭിനന്ദനങ്ങൾ രാജലക്ഷ്മി. താങ്ക് യു കൈമളേട്ട. കൺഗ്രാറ്റ്സ് അമ്മേ. താങ്ക് യു മുത്തശ്ശി, കൺഗ്രാറ്റ്സ്. താങ്ക് യു മോളെ. അപ്പോ ശുഭവാർത്തയാണല്ലോ മുത്തശ്ശി. ഇവിടെ നെഗറ്റീവ് എനർജി ഒന്നും ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മീനുകളുടെ സൈക്കോളജി എഴുതിയ നിന്റെ ആ പ്രൊഫസറുടെ പേരെന്താണ്? കൊഞ്ചു വിശുദ്ധ അണ്ടപ്പനോ? അത് പിന്നെ ഓരോരോ വിഷജന്തുക്കൾ. മുത്തശ്ശിയുടെ മീനാക്ഷിക്കുട്ടി ഒരു നെഗറ്റീവും അല്ല, ഫുൾ പോസിറ്റീവാ. ഇവള് ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യവാ. അല്ലെങ്കിലും ഇവൾ ആരുടെ കൊച്ചുമകളാ? സാക്ഷാൽ രാജേശ്വരി അമ്മയുടെ കൊച്ചുമകൾ. ഈ ജനാർദ്ദന കൈമൾ അദ്ദേഹത്തിന്റെ മീനാക്ഷി കൊച്ച്. ആരൂടെ നോക്ക്, കുടുംബത്തിലെ ഒരു പ്രധാന കാര്യം നടക്കുക. കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ജഗദീഷ് എവിടെ? ജഗദീഷ് ഏട്ടാ. സോറി, ആ കൃത്യസമയത്ത് തന്നെ 1-2 ഫോൺ കോൾ വന്നു. മൈഥിലി എവിടെ കാർത്തി? അവള് കിടക്കാണ് മുത്തശ്ശി. എല്ലാവരോടും കൂടി നമ്മുടെ കുടുംബക്ഷേത്രമായ ചെമ്പകമംഗലം ഭഗവതിക്കാവിന്റെ അവകാശം ഞാൻ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പോവാ. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും തീരുമാനിക്കാനുമാണ് ജോൾസിനെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അല്ല, ഇത്ര തിടുക്കപ്പെട്ട് ക്ഷേത്രത്തിന്റെ അവകാശമൊക്കെ കൈമാറുന്നത് എന്തിനാമേ? 2 വ്യാഴവട്ടക്കാലത്തിനപ്പുറം കുടുംബത്തിലെ ഒരാളുടെ കയ്യിൽ ക്ഷേത്രത്തിന്റെ അവകാശം ഇരിക്കാൻ പാടില്ലെന്നാണ് നിബന്ധന. ഓ, എന്റെ കയ്യിൽ അവകാശം കിട്ടിയിട്ട് 2 വ്യാഴവട്ടക്കാലം കഴിഞ്ഞു. പ്രാദേശിക ആചാരങ്ങൾക്ക് വിപരീതമായി ഇപ്പോ ചെമ്പകമംഗലം ഒരു കൂട്ടുകുടുംബമാണല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ മാറ്റം വേണം. അതുകൊണ്ട് രാജലക്ഷ്മിയുടെ തീരുമാനം നല്ലത് തന്നെയാ. മാലതി, ഇതിലെന്തെങ്കിലും തരികടകളുണ്ടോ? പറയാൻ പറ്റില്ല. ഓർക്കാപ്പുറത്ത് ഇതിനകത്ത് സുനാമി വീശുന്നത്. അവിടെ എന്താ ഒരു രഹസ്യ സംഭാഷണം? അല്ല, പിന്നെ കിച്ചണില് ഗ്യാസ് ഓഫ് ചെയ്തോന്ന് മാലുവിനോട് ചോദിച്ചതാമേ, അല്ലേ? ഇനി നമുക്ക് നോക്കാം.
മകുടം തെളിയിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ടല്ലോ. അതാദ്യം പരിഹരിക്കട്ടെ. അത് ശരി. ക്ഷേത്രത്തിന്റെ അവകാശ കൈമാറ്റം നടക്കുന്നതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ നടക്കേണ്ടതുണ്ട് എന്നാണ് ദേവിയുടെ ആഗ്രഹം. അതെന്താണ് ജോത്സരെ? ദേവിയോട് ചോദിച്ചിട്ട് പറയൂ. എല്ലാരും പ്രാർത്ഥനയോടെ ഇരുന്നുള്ളൂ. ചെമ്പകമംഗലത്ത് ആരാണ് മകം പിറന്ന മങ്ക? ഞാൻ ഭരണിയ, മാലു ഉത്രാടം, അമ്മ അവിട്ടം. മകൻ നക്ഷത്രത്തിൽ പിറന്ന ഒരു പെൺകുട്ടി ഈ തറവാട്ടിലുണ്ട്. ആ ഉണ്ട്. മീനാക്ഷിയുടെ നക്ഷത്ര മകം. കേട്ടില്ലേ? മകം പിറന്ന ഒരു മങ്ക തറവാട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ഐശ്വര്യവും രാജയോഗവും ഗജകേശ്വരി യോഗവും മഹായോഗവും ഒക്കെ ഉണ്ടാവും. എന്നാ ജോത്സരെ, കാര്യം വിശദീകരിച്ചു പറയൂ. മകം പിറന്ന മങ്കയെ ഈ തറവാട്ടിലേക്ക് പടിയേറ്റ് നടത്തി സ്വീകരിക്കണം. അവളുടെ അമ്മ. അതിന് അവളുടെ അമ്മ മാർഗയ മരിച്ചുപോയി. പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെയോ കാണുന്നല്ലോ. അത് ഞാനാ. മനസാല സ്വീകരിച്ചാൽ മാത്രം പോരെന്ന നക്ഷത്രയോഗത്തിൽ തെളിയുന്നത്. ജോത്സരെ, പടിയേറ്റ് നടത്തി ഞാൻ അവളെ മകളായിട്ട് സ്വീകരിച്ചോളാം. അതിലും ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെ തറവാട്ടിൽ നിന്ന് ഇരിക്കപ്പിണ്ടം വച്ചതായി കാണുന്നു. ജ്യോതിഷം കളവ് പറയില്ല. നേരാണോ? നേരെ ജോത്സരെ. ഇനി ഞാൻ വ്യക്തമായി പറയാം. മകനെ ഇരിക്കപ്പിണ്ടം വെച്ച് പുറത്താക്കിയപ്പോ ഈ കുട്ടിയെ നന്ദിനി ദത്തുപുത്രിയായി സ്വീകരിക്കുമ്പോ ആചാരപ്രകാരമുള്ള പടിയേറ്റ് കർമ്മം തന്നെ നടത്തണം. പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പടിയേറ്റ് നടത്താൻ സാധിക്കൂ. കാരണം അവൾ പൂർണ്ണ മനസ്സോടെയും തികഞ്ഞ ബോധ്യത്തോടെയുമായിരിക്കണം അവൾ അമ്മയായി സ്വീകരിക്കേണ്ടത്. അങ്ങനെ തന്നെ നിശ്ചയിച്ച് ചാർത്ത് എഴുതിക്കോളൂ ജോത്സരെ. മീനാക്ഷിക്ക് 18 വയസ്സ് തികയുന്ന ദിവസം ചെമ്പകമംഗലത്ത് പടിയേറ്റ്. ഇതൊക്കെ എന്ത് ന്യായോ? ഇതിലെന്ത് അന്യായമാ? ഞങ്ങൾ ചെമ്പകമംഗലത്തെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഉള്ളപ്പോ പടിയിറക്കി വിട്ടവർക്കും ദത്ത് നിൽക്കുന്നവർക്കും ഒക്കെ അധികാരം കൊടുക്കുന്നത് ആലോചിച്ചിട്ട് വേണം. മിണ്ടരുത് നീ രാമഭദ്ര. ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ ഞാൻ നോവിച്ചിട്ടില്ല. പക്ഷേ ഇവളോട് എനിക്ക് പറഞ്ഞേ പറ്റൂ. ദീ, കെട്ടിച്ചു വിട്ടതാ നിന്നെ, വെറുതെ അല്ല, എല്ലാ അവകാശങ്ങളും തന്ന്. രാമഭദ്രന്റെ അച്ഛൻ ആ പാവം നമ്പ്യാര് ചേട്ടന് നാഴി വെള്ളം കൊടുക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിച്ച് ഭർത്താവിനെ ഇവിടെ പിടിച്ചു നിർത്തി നീ ചെമ്പകമംഗലം ഭരിക്കുക. മക്കളോട് വാത്സല്യം ഉള്ളതുകൊണ്ട് ഞാനും കൈമളയേട്ടനും അത് മനഃപൂർവ്വം അംഗീകരിച്ചു. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആസ്ഥാനത്ത് കയറി അഭിപ്രായം പറഞ്ഞാലേ ആടി തരും ഞാൻ. അതിന് കാരണം
നിന്റെ ഭാഗത്ത് ഒരു ന്യായം ഇല്ലാത്തതുകൊണ്ടാടി. ഹ്, കുടുംബത്തിൽ റോള് കുറഞ്ഞവര് അടങ്ങി നിന്നോണം. കാരണം അവരുടെ വോയിസ് ഞങ്ങൾ മാതാപിതാക്കളുടെ ദാനമാ. ചാർത്തെഴുതി ജോത്സരെ. മീനാക്ഷി ചേച്ചി, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു ഗുഡ് ന്യൂസ് പറയാൻ വന്നതാ ചേച്ചി. ഗുഡ് ന്യൂസോ? കേക്കട്ടെ. പടിയേറ്റ് നടത്തി ചേച്ചിയെ ദേവമ്മ മോളാക്കാൻ പോവാ. ഇതാര് പറഞ്ഞു? അവിടെ ജോത്സ്യര് വന്നിട്ടുണ്ട്. ജോത്സ്യര് പറയുന്ന കേട്ടതാ. ആ മോളെ, അതിഥി നിക്ക് ചോദിക്കട്ടെ.